ഹലോ ഗൈസ്, യൂട്യൂസി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, യൂട്യൂസി മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ്. ആദ്യം തന്നെ സോറി, യെസ് 3 ദിവസം വരായിരുന്നു. 2 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും വന്നിരിക്കുന്നു. അതെ, എന്താണെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ഇട്ടിട്ട് പോയി എന്ന് കരുതിയല്ലേ? ഇട്ടിട്ട് പോകുമ്പോ ഞങ്ങള് പറഞ്ഞിട്ടേ പോകുള്ളൂ. അതെ, ഈ പരിപാടി ഞങ്ങൾ നിർത്തിയിട്ട് പോട്ടോ, നമുക്ക് ദഹിക്കണില്ല എന്ന് പറഞ്ഞിട്ടേ പോകും. ഇപ്രാവശ്യം അങ്ങനെയല്ല, ഞങ്ങൾക്ക് നന്നായിട്ട് ദഹിക്കുന്നുണ്ട്. ഭയങ്കര അഡിക്റ്റ് ആയിട്ടുണ്ട് ഈ സീസണില്. സത്യം. പക്ഷെ എന്തായാലും ഇട്ടിട്ട് പോകില്ല. 2 ദിവസത്തെ, ഒരു ദിവസം സിനിമേന്റെ പ്രശ്നങ്ങളായിരുന്നു. 2 സിനിമ റിലീസ് ഉണ്ടായിരുന്നു. 14-ാം തീയതി കൂലി ഉണ്ടായിരുന്നു, അതുപോലെ വാർ 2 ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് റിവ്യൂ ചെയ്യാതിരുന്നത്. പിന്നെ ചെറിയ ഹെൽത്ത് ഇഷ്യൂ കാരണങ്ങളാൽ ഞങ്ങൾക്ക് ഇന്നലെയും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങള് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നലെ വരാൻ പറ്റാത്തതിന് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അടിപൊളി സംഭവങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലായിരുന്നു. തീപ്പൊരി സാധനങ്ങളായിരുന്നു. നമ്മളിങ്ങനെ പല പൊയ് മുഖങ്ങളും നമുക്കിങ്ങനെ വലിച്ചു കീറാണ്ടായിരുന്നു ഇന്നലെ. അതെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയിരുന്ന ചില കാര്യങ്ങള് അപ്പാടെ മാറി മറിഞ്ഞ് തിരിഞ്ഞങ്ങ് നിന്നു. സത്യം. അത് നമുക്ക് ഇഷ്ടപ്പെട്ട പലരും ഇപ്പൊ വളരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരായി മാറിയിട്ടുണ്ട്. അല്ല, ഈ ഗെയിമിന്റെ പ്രത്യേകത തന്നെ അതാണ്. ഒരു വീക്കിൽ വരുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ ഇപ്പൊ ഫസ്റ്റത്തെ വീക്ക് എടുത്താൽ അന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട, ആ വീക്കിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരെ അല്ല ഈ വീക്കെൻഡ് ആയപ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരായി മാറുന്നു. അതങ്ങനെ തന്നെയാണ് ഗെയിം. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് പലരും നമുക്കെതിരെ എപ്പോഴും പറയുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കടേ എന്നുള്ളതാണ്. അതിന് കാരണം ഇതാണ്. അതായത് ഓരോ സമയങ്ങളിൽ ഇത് മാറി മറിയും. അതെ, ഓക്കെ. അപ്പോ ഞങ്ങള് എന്തായാലും ഗെയിം എന്താണോ വരുന്നത് അതിനനുസരിച്ചാണ് ഞങ്ങൾ പറയാറുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരു താരത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സംഭവം ഇല്ല, ഒരിക്കലുമില്ല. അപ്പോ നമുക്ക് ഈ ആഴ്ചയില് മാറി മറിഞ്ഞ കാര്യങ്ങളിലൂടെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ സംഭവിച്ചു. ശരിക്കും ബിഗ് ബോസ് ഹൗസിനെ പിടിച്ച് ഞെട്ടിച്ചു, ശരിക്കും കുലുക്കി. സത്യം. അതായത് ശരിക്കും ഈ സീസൺ വേറെ ലെവലിലേക്കാണ് പോകുന്നത് കേട്ടോ. അതെ, റേഞ്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ലെവലിൽ എത്തും എന്നുള്ളത്, പല കണ്ടസ്റ്റൻസും ഏത് ലെവലിലേക്കായിരിക്കും എത്താന്നുള്ളത് നമുക്ക് കണ്ടറിയാനേ പറ്റുള്ളൂ. എന്തായാലും വളരെ മികച്ചത് എന്ന് തോന്നിയിരുന്ന പലരും ഇപ്പൊ വളരെ മോശം കണ്ടസ്റ്റൻസുകളാണ്. അതായത് അവിടെ സത്യം, അക്ബർ, അപ്പാനി ശരത്ത്, ജിസേൽ, ബിന്നി, സരിക, സത്യം, പിന്നെ രണ ഫാത്തിമ. അതായത് ആ ഗ്രൂപ്പിൽപ്പെട്ട കുറെ എണ്ണുണ്ട്. അവരൊരു ഗ്രൂപ്പ്. അതെ, ആര്യൻ. പിന്നെ അതിലേക്ക് വരുന്നത് നെവിൻ. അവിടെയുണ്ട്, ഇവിടെയുണ്ട്. അത് അങ്ങനെ പറയാൻ പറ്റില്ല, ഏത് ഗ്രൂപ്പിലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്ന ഒരു സ്വഭാവമാണ്. ബാക്കി അവരൊരു ഗ്രൂപ്പ്. ഇപ്പുറത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം വന്നിരിക്കുകയാണ് ബാക്കി കണ്ടസ്റ്റൻസിന്. അതെ, അതായത് ഒന്നിനും കൊള്ളൂല. ശരിക്കും സേഫ് ഗെയിം കളിച്ച് ചിലരവിടെ പോകുന്നുണ്ട് എന്ന് കരുതിയിരുന്ന ശൈത്യ, ബിൻസി, ഇവരൊക്കെ പക്ക പവർഫുൾ ആയി മാറി. ആദില നൂറ പിന്നെ തുടക്കത്തിലെ സേഫ് ഗെയിമിലല്ലായിരുന്നു. അതായത് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു, കൃത്യമായ സമയങ്ങളിൽ ഇടപെടുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഈ സീസൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാലേ അതായത് എന്താണ് ഈ ഇമ്പാക്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. പണ്ട് നിങ്ങൾ ഈ കാണുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ, ഏത് പഴയ സീസണില് ഒരാള് ഒറ്റപ്പെടുന്നു, എന്നിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നു, എന്നിട്ട് ആളുടെ മൈൻഡ് ഗെയിം ആണെന്ന് പറഞ്ഞ് വെറുതെ അങ്ങ് വാഴ്ത്തി പാടുന്നു. ശേഷം ആൾ എന്ത് ചെയ്താലും ശരി, എന്ത് ചെയ്താലും വാട്ട് എ മൈൻഡ് ഗെയിം എന്നുള്ള പരിപാടിയില്ല. അതൊന്നല്ല ഇപ്പോ. അതായത് ബിഗ് ബോസും കണ്ടസ്റ്റൻസും തമ്മിലാണ് മത്സരം. അവർ തമ്മിലാണ് ഇതിന്റെ എല്ലാ പരിപാടികളും. ഇവിടെ യഥാർത്ഥ താരം ബിഗ് ബോസ് തന്നെയാണ്. അവര് അറിഞ്ഞു കൊടുത്തിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനെ സർവൈവ് ചെയ്ത് അതിനെ കണ്ടന്റാക്കി ഇതിൽ ചർച്ചക്ക് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരിക എന്നുള്ളതാണ് യഥാർത്ഥ മത്സരാർത്ഥികള്. പക്ഷെ മറ്റൊരു കാര്യം പറഞ്ഞുതരാം, ബിഗ് ബോസും മത്സരാർത്ഥികളും തമ്മിൽ ആ മത്സരം എന്നുള്ള അവിടുത്തെ പകുതി മത്സരാർത്ഥികൾക്ക് മനസ്സിലായിട്ടില്ല. അവർക്കത് മനസ്സിലായിട്ടില്ല ഇതുവരെ. അതിനി എന്തെങ്കിലും മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടാ. മനസ്സിലാവട്ടെ. മേ ബി ഇന്ന് ലാലട്ടം വരുമ്പോ കുറച്ചൊക്കെ മനസ്സിലാവും, ചിലപ്പോ ഒരു ഐഡിയ ഇട്ടേക്കാം. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ഒരു ലിസ്റ്റ് പറഞ്ഞല്ലോ, അതില് കൂട്ടത്തില് ഒരു കൊമ്പനുണ്ട്, ഒരു കൊമ്പനല്ല കൊമ്പത്തി. ശരിക്കും ഒരു നായിക. നമ്മൾ സാധാരണ മാരക മാസോടെ നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ് ഒരു നായകൻ വീണ്ടും വരാറുണ്ടല്ലോ. ആ ഒരു പഞ്ചില് ഒരു താരോദയം, ഒരു താരത്തിന്റെ ഉദയാണ് ഇവിടെ
നടക്കുന്നത്. അതായത് ബിഗ് ബോസിന്റെ ഈ ഒരു സീസണിൽ താരം ശരിക്കും അനുമോളാണ്. ശരിക്കും ഈ സീസണേ സ്ത്രീ പ്രാധാന്യമുള്ള കഥാപാത്രം എന്ന് പറഞ്ഞ് നമ്മള് സിനിമയെ കുറിച്ച് പറയില്ലേ, അതേപോലത്തെ ഒരു നായിക പ്രാധാന്യമുള്ള സീസണായി മാറി 2 ദിവസം കൊണ്ട്. അതെ, ആദ്യമായിട്ടാണ് ഗൂസ് ബംപ് അടിച്ചിട്ട് നമുക്കിങ്ങനെ ചിലരുടെ ഡയലോഗിൽ നമുക്ക് ഇങ്ങനെ രോമാഞ്ചം കൊള്ളൂലേ ആ സാധനം. അതായത് അനുമോള് ചോദിക്കുന്നുണ്ട്, ഇവരൊക്കെ ജിസേലിനെ പേടിച്ചാണ് ചോദിക്കുന്നത്, എനിക്ക് അവളെ പേടിയില്ല, വെറും മൊണ്ണകളാണെന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന അത് ശരിക്കും നമുക്ക് തോന്നിയ സമയത്താണ് ഡയലോഗ്. സത്യം, നമുക്കിങ്ങനെ കേറുന്ന ഒരു ത്രില്ലുണ്ട്. ഇവിടെ പല സമയത്തും ഇവർ ഇതൊക്കെ പറയുമ്പോ നമ്മൾ തന്നെ ആലോചിച്ചു ഇവരെന്തിനാണ് ഈ, അതും ജിസേല് കാരണമാണ് ശരിക്കും പറഞ്ഞ ഈ ഷോ തന്നെ നിർത്തും എന്ന് പറഞ്ഞത്. അതെ, ബിഗ് ബോസ് സീസൺ 7 ഷോ നിർത്താൻ പോവാണെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് മെയിൻ കാരണം ജിസേലാണ്. അതെ, എന്നിട്ട് അത്രയും തെറ്റ് അതിന് ശേഷവും ഈ അനൗൺസ്മെന്റിന് ശേഷവും വീണ്ടും ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒളിച്ചും പാത്തും മാറ്റി വെച്ചും കള്ളത്ര ഫുള്ള് കാണിച്ചിറക്കുന്ന ജിസേലിനെ ഒരു കൂട്ടാൻ ഇരുന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. അതിനുള്ള കാരണം ഞാൻ ഇന്ന് രാവിലെ ലൈവ് കണ്ടപ്പോ എനിക്ക് ഏകദേശം തോന്നി എന്തൊക്കെയാണ്. അതായത് ഇവര് രാവിലെ 3 പേര് ഒരുമിച്ച് കിടക്കുക, ആര്യൻ, അക്ബർ, അപ്പാനി. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇവര് ഒരുമിച്ചാ. ഇവർക്ക് രാവിലെ എണീക്കുമ്പോഴേക്കും ബെഡിലേക്ക് കോഫി കൊണ്ട് കൊടുക്കുന്നു. മറ്റുള്ളവർക്ക് ആർക്കുമില്ല, അവിടെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. അത് അപ്പൊ പല രീതിയിലുള്ള സോപ്പിങ്ങുകളും പരിപാടികളും ഒക്കെ ചെയ്ത് ഇവരെ എങ്ങനെ കൊണ്ടുപോകണം, ഇവരുടെ എന്താ ജിസേലിന്റെ പടയാളികളെ പോലെ. അതായത് ജിസേലിന്റെ പാവാടയിൽ തൂങ്ങി നടക്കുന്ന വള്ളി ഇങ്ങനെ വള്ളിയിൽ ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. ആ വള്ളി എപ്പോ മുറക്കണം എപ്പോ അയക്കണം എന്നൊക്കെ അതൊക്കെ ജിസേൽ തീരുമാനിക്കും. ജിസേൽ ഇങ്ങനെ ആട്ടുക വള്ളി, അതിൽ കുറെ എണ്ണം ആടുന്നുണ്ട്. സത്യമായിട്ടും അതില് ആ ഷാനവാസിന്റെ മോനെ ഏജാതി സാധനം. അതിനകത്ത് എനിക്ക് ഷാനവാസിന്റെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിരുന്നു. കാരണം ആളെ എവിടെ എന്ത് പറയണം, അല്ലെങ്കിൽ ആരുടെ കൂടെ, ആൾക്ക് അങ്ങനെ ഒരു ടീമൊന്നുമില്ല. ആളെ അനുമോളെ പറയേണ്ട സമയത്ത് പറയുന്നുണ്ട്, ഇപ്പുറത്തെ ജിസേലിനെ പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, എല്ലായിടത്തും കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നിന്ന് പോകുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, അതായത് ഇതില് ജിസേല് പറയുന്നുണ്ട്, ഞാൻ ഇത് ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അനുമോള് ചെയ്യുന്നത് തെറ്റാണെന്ന്. ഒരിക്കലും അനുമോള് ചെയ്യുന്നത് തെറ്റല്ല. ഈ ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഇവരുടെ പേഴ്സണൽ സാധനം എന്ന് പറഞ്ഞ സാധനം ഈ ബിഗ് ബോസിന്റെ ഉള്ളിൽ ഇല്ല. അങ്ങനെ സാധനം ഇല്ല. അതെങ്ങനെ ഉണ്ടാവുക? അങ്ങനെ അതായത് അവരുടെ സാധനങ്ങൾ മൊത്തം വാങ്ങിച്ചിരിക്കല്ലേ. പിന്നെ ജിസേലിന് കൊടുത്തിരിക്കുന്നത് മൊത്തം ബിഗ് ബോസിന്റെ സാധനങ്ങളല്ലേ? ഉറപ്പല്ലേ? ജിസേലിന്റെ കയ്യിലുള്ളത് മൊത്തം ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ബിഗ് ബോസിന്റെ സാധനങ്ങൾ ഓരോ കണ്ടസ്റ്റൻസിനും കൊടുത്തിരിക്കുന്ന അങ്ങനെ തന്നെ. ബിഗ് ബോസിന്റെ മത്സരം എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, അപ്പോ ആ രീതിക്കനുസരിച്ചേ അവിടെ അനുമോള് കളിച്ചിട്ടുള്ളൂ. പിന്നെ കരച്ചിലിനെ വിമർശിക്കുന്നവരോട് പറയാണ്, അതായത് ഡ്രാമയായിട്ട് തോന്നിയിട്ട് നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ഓക്കെ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അനുമോൾ അത് ഡ്രാമയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. വളരെ ജെന്യൂൻ ആയിട്ടുള്ള കരച്ചിലാണ്. അത് മനുഷ്യർക്ക് വന്നു കഴിഞ്ഞാൽ കരയെന്നെ ചെയ്യും. അല്ലാതെ ഇപ്പൊ നമ്മൾ ഇതിന് മുന്നേ കരച്ചിൽ കുറെ കണ്ടിട്ടുണ്ട്. അതെ, കള്ള കരച്ചിൽ കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോ നമുക്ക് അറിയാം ആ മനഃപൂർവ്വം കരയുന്നതാണ്. എടാ ഇതൊന്ന് ആലോചിച്ചോക്ക്. അതായത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ആള് പറഞ്ഞിട്ടുള്ളത്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം മനസ്സിലാക്കണം. അത് സ്വന്തം കാര്യം മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടിയാണ്. അത് അവർക്കൊന്നും അനുവാദം കിട്ടാത്ത കാര്യത്തില് അതേപോലെ തന്നെ അനുവാദം കിട്ടാത്ത കാര്യമാണ് ജിസേലിന് ഈ സംഭവം. എന്നിട്ട് ജിസേൽ എന്ത് ചെയ്യുന്നു? കള്ളക്കളിയിലൂടെ ഇതൊക്കെ ചെയ്ത് നടക്കുന്നു. അത് ചോദ്യം ചെയ്യുന്നത് അവർക്കും കൂടി വേണ്ടിയുള്ള വിപ്ലവമാണ്. ആ വിപ്ലവം നടത്തുന്ന ആളെ ഈ മറ്റുള്ളവർ തിരിച്ചറിഞ്ഞിട്ടും കുറ്റപ്പെടുത്തുമ്പോ കരയാതിരിക്കൂ? മൊണ്ണകൾക്ക് മനസ്സിലായിട്ടില്ലടോ. അതാണ് ഇതിന്റെ സത്യാവസ്ഥ. അവിടെ ഒരു പൊട്ട കുഞ്ഞിന് പോലും ആ സംഭവം മനസ്സിലായിട്ടില്ല. ആകെ എനിക്ക് തോന്നുന്നു അവരുടെ കൂടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യുന്ന, അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പം ആദില നൂറ, ശൈത്യ, ബിൻസി, ഇവർക്കൊക്കെ സംഭവം മനസ്സിലായിട്ടുണ്ട്. ബിൻസി പറയുന്നുണ്ട് എനിക്ക് അനുമോളോട് പ്രത്യേക ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമില്ല. ഇന്നലെ ബിൻസിയായിട്ടും മറ്റൊരു കോർത്തു. പ്രശ്നങ്ങൾ ഭയങ്കരമായി മാറിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. സാരിക ഒക്കെ എല്ലാരും ഉണ്ട്. സരിക, മറ്റേ അപ്പാനിന്റെ ഒക്കെ കുറച്ച് അതിന്റെ ഇടയ്ക്ക് ഒരു ഇഷ്ടം തോന്നി വന്നതാ. ഒരു സമയത്ത് അതങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞു. അതെ, അത് നല്ലൊരു ട്രാക്കായി വരികയായിരുന്നു അനുമോളുടെ കൂടെ. അതെ, അതങ്ങോട്ട് പോയി. അക്ബർ എവിടെ നിൽക്കുന്നു അതിനനുസരിച്ചാണല്ലോ അപ്പാനി ശരത്ത്. പക്ഷെ അവരൊക്കെ പോട്ടെ, അപ്പാനി ശരത്തിന്റെയും അക്ബറിനെയും നമുക്കറിയാം, ആരിനെയും. ഇവര് മൂന്നും ഒരേ ഇതാണ്. പക്ഷെ നമ്മളെപ്പോഴും പ്രതീക്ഷിച്ചു റെന ഫാത്തിമയൊക്കെ ബിന്നി സൂപ്പർ കണ്ടസ്റ്റന്റ് ആയിരിക്കും. ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഇവര് ബിന്നിയൊക്കെ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാന്ന് തോന്നുന്നു ഇവർ സപ്പോർട്ട് ചെയ്യും. ഇവർ ഇതിന്റെ ഇടയ്ക്ക് ഇത് സിനിമേന്റെ കാര്യങ്ങളാണ്. അതായത് അപ്പാനി ശരത്ത് പറയുന്നുണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് സിനിമ ചെയ്യണം
ചെയ്തത് തന്നെയാണ് ബിന്നീനെ അപ്പാനിശാലത്തിന് അപ്പാനിശാലത്തിന്റെ സിനിമയല്ല. അപ്പോഴാണ് ഇനി വേറെ ബിന്നീനും കൂടി ചേർത്തിട്ട് നായകനുമായിട്ട് സിനിമ ചെയ്യുന്നത്. അതും പ്രതീക്ഷിച്ച് അവരുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസും പോയി കിട്ടും, സിനിമയും പോയി കിട്ടും, ഈ നല്ല ഇമേജും പോയി. അതെ, നല്ല ഇമേജ് നല്ല രീതിയിൽ നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം വന്ന ഒരാളാണ് ബിന്നി. സത്യം കയ്യിൽ നിന്ന് പോയി. കാരണം എന്താണെന്നറിയോ, ഇത് ആർക്കും അറിയുന്ന കാര്യമാണ്. ഇതറിയാൻ പറ്റാത്ത ആൾക്കാർ അവിടെ ഇനി നല്ല മത്സരാർത്ഥികളെ അല്ല. അതായത് ബിഗ് ബോസ് ഇറങ്ങി വന്ന് ബിഗ് ബോസ് പണിഷ്മെന്റ് കൊടുത്ത് ആളുടെ പെട്ടി തിരിച്ചയച്ചതാ ഒരു തവണ. അതിനുശേഷം നിർത്തിവെച്ചു. ഇനി ഷോ നിർത്തിവെച്ചു. ഷോ ഇനി ഇല്ല എന്ന് പറഞ്ഞു. മാപ്പ് പറഞ്ഞിട്ട് മാത്രം ഇതിന് മുന്നോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞതിന് ശേഷം. അതെ, പിന്നെ അത് മാത്രല്ല, ഇതിന്റെ ഈ തെറ്റ് ചെയ്യാൻ കാരണക്കാർ മറ്റുള്ളവരും കൂടി ആയിരുന്നു. അവരുടെ സംഭവങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടാണ് ഇത് മറ്റുള്ളവർ യൂസ് ചെയ്തിരുന്നത്. അപ്പൊ അതിന് അവര് മാപ്പ് പറഞ്ഞുകൊണ്ടൊക്കെയായിരുന്നു ഇതിൽ നിന്നത്. എന്നിട്ടാണ് ഈ ഷോ മുന്നോട്ട് പോയത്. പിന്നീട് അതിന് ശേഷം അവരും അറിയാണ്ടായി മേക്കപ്പ് ഇടലും പരിപാടികളും. എന്നിട്ട് അതിനുശേഷം അതായത് അകത്ത് മറ്റുള്ളവർ കയറി വന്നു, അതായത് ബിഗ് ബോസിന്റെ ടീം. എന്നിട്ട് വീണ്ടും തപ്പിയെടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ. എന്നിട്ട് ഇത്രയും അറിഞ്ഞിട്ട് ആ ജിസേലിന് വേണ്ടി കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ. എന്നിട്ട് പിന്നെ വേറൊന്ന് അസൂയാണ് അനുമോൾക്ക് എന്നാണ് ജിസേലിന്റെ വാദം. ശരിക്കും ആർക്കും അസൂയ തിരിച്ചല്ലേ? പിന്നല്ലാതെ. അതായത് അനുമോള് അവിടെ മറ്റുള്ളവരുടെ ഡ്രസ്സിങ്ങിലോ അവർ യൂസ് ചെയ്തതിനെ കുറിച്ചോ പറഞ്ഞിട്ട് അസൂയപ്പെട്ടിട്ടുണ്ടോ? ഒന്നുമില്ല. ജിസേല് തെറ്റ് ചെയ്യുന്നോണ്ടല്ലേ ജിസേലിനോട് അത് പറയുന്നത്. തീർച്ചയായിട്ടും. അല്ലാതെ ജിസേലിനോട് എന്താ അസൂയ ഉണ്ടായിട്ടാ? ജിസേൽ ഈ സാധനം എല്ലാം ഇത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ലേ ഏറ്റവും വലിയ തെറ്റ്. അതാണ് നമ്മൾ അറിയാണ്ട് ചെയ്യുന്ന ഒരു തെറ്റ്. നമുക്ക് അറിഞ്ഞൂടാ ഇത് ചെയ്താൽ അത് പ്രശ്നമാണെന്നുള്ളത്. ഇത് എല്ലാം അറിഞ്ഞ് ഇങ്ങനത്തെ വാണിംഗും കൊടുത്ത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കൂല. എന്തുമാത്രം ബിഗ് ബോസിനെയും അല്ലെങ്കിൽ ഈ ഒരു ഷോയെയും ബഹുമാനിക്കുന്നുണ്ട്. അതിന്റെ നിയമം എവിടെയാണ്? അതിനെതിരെ നിൽക്കുന്നവർ നായികയും പിന്നെ അതായത് അതിനു വേണ്ടി വാദിക്കുന്ന ആള് വില്ലെത്തിയോ? അതാണ് നടക്കൂല. പിന്നെ പലർക്കും പല രീതിയിലുള്ള ശത്രുതയാണ്. ഇവരെ എല്ലാരും പറയുന്നുണ്ട്. ഇപ്പം ഇന്നലെ ഒരു വാഗ്വാദം ഉണ്ടായതിന്റെ ഇടയ്ക്ക് കൈ തട്ടി എന്നൊക്കെ പറയുന്നത്. അത് അനുമോൾ അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ലൈവ് ഞാൻ കണ്ടോണ്ടിരുന്നു. ആരാണെങ്കിലും കണ്ടവർക്ക് അറിയാം അടിച്ചതൊന്നും അല്ല. കൈ ഇങ്ങനെ വന്നപ്പം ഇങ്ങനെ തട്ടി മാറ്റുന്നുണ്ട്. അതാ സംഭവത്തിന്റെ ഇടയ്ക്ക് മാറിപ്പോകുന്നതാണ്. അതെ, ലൈവ് കണ്ടവർക്ക് അറിയാം. അതായത് ഈ സാധനം എടുക്കാൻ വരെ അകത്ത് പോയില്ലേ, അതില് അനുമോളുടെ സാധനങ്ങൾ കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവള് പറയുന്നുണ്ട്, ഈ ജിസേല് എന്താ അനുമോള് മാത്രം എടുത്തിട്ടുള്ളൂ, ആർക്കാ കുശുമ്പ്? അതെ, അനുമോൾക്ക് കുശുമ്പ്. എന്നിട്ട് അക്ബർ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല, അറിയ പോലും ഇല്ല. അത് എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എവിടെ എന്ത് മനസ്സിലാക്കുന്നുണ്ട്? രാവിലെയും വൈകുന്നേരവും കാപ്പി, ചോറിന്റെ സമയമാകുമ്പോ ചോറ് അടുപ്പി മറ്റേ. എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് കൂടെ അക്ബർ പറയണ്ടേ ഇതുപോലത്തെ ഒരു ഭാര്യനെ കിട്ടണം. എന്തൊക്കെ കാര്യങ്ങളോ അറിയോ? അക്ബർ മനസ്സിൽ പാടുന്ന ഒരു പാട്ടുണ്ട്, നമ്മൾ കേൾക്കാന്നിട്ടാ, വേണമെങ്കിൽ പാടാം. ആ പാട്ടിൽ നിർത്താം. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ജിസേലിനെ നോക്കിയിട്ടാണ്. എന്താണെങ്കിലും ജിസേൽ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അടിപൊളി, കൊള്ളാം. എല്ലാരെയും 3 പേര്. ആര്യൻ കാമുകനാണ്. അതല്ല ഭർത്താവാണ്. അത് അനുമോള് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എങ്ങനെ പറയാനാ, മൊത്തം ഫ്രണ്ടിലിരിക്കുന്ന ബോയ് ഫ്രണ്ട്സ് അല്ലേ അവളുടെ ബോയ് ഫ്രണ്ട്സ്. എന്താ കറക്റ്റ് കാര്യല്ലേ പറഞ്ഞു. എന്തൊരു ചങ്കൂറ്റല്ലോ അനുമോൾക്ക്. സകല ആണുങ്ങളും അവിടെ എതിർത്ത് കൂടെ നിൽക്കുമ്പോഴും ആൾക്ക് കാട്ടക്ക് നിൽക്കുകയാണ് അനുമോള്. സത്യമായിട്ടും പറയാണ്, നമ്മൾ സീസൺ തുടങ്ങുന്നതിന് മുന്നേ തമാശക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ അനുമോളുടെ ആളാണ് ഞാന് അങ്ങനെയുള്ള. ഞാൻ രേണുവിന്റെ ആളാന്ന് പറഞ്ഞു. രേണു തീർന്നു, രേണുവിനെ കാണാൻ. രേണു ഇന്നലെ നല്ല കളി ഗെയിം കളിച്ചിട്ടുണ്ടോ ജയിലിൽ ആ സമയത്ത് പറയുന്നുണ്ടല്ലോ രേണു അതന്നെ ഫ്ലവർ അല്ലടാ ഫയർ ആണ്. അതാ ഗെയിം ജയിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ഇതൊക്കെ വീണ്ടും ചെയ്ത ആള് പോയിട്ട് നെഞ്ചുവേനൊക്കെയാണ്, നെഞ്ച് ചതഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ആ ഒരു കാര്യം നമുക്ക് അഭിമാനം തോന്നുന്നു. അതെ, അനുമോളെ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞു. ഇത്ര പൂലിക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം. അതെ, പിന്നെ കരച്ചില് അത് ജെന്യൂൻ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. കരച്ചിലും ചിരിയും ഒക്കെ സ്വാഭാവികമായിട്ട് വരുന്ന സംഭവങ്ങളുണ്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളത്. അനുമോളിനെ ഞങ്ങൾ ഇന്നു മുതൽ ഫോളോ ചെയ്യുന്നതല്ല, മാജിക്കിലുള്ള സമയത്ത് തന്നെ ഫോളോ ചെയ്യുന്നതാണ്. കൃത്യമായിട്ട് അറിയാം അനുമോള് വളരെ ചെറിയ കാര്യത്തില് കൂടുതൽ വേദന തോന്നുമ്പോ കരയുന്ന ഒരാളാണ്.
നമ്മള് അനുമോൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ നമ്മുടെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കരച്ചില് കുറെ കാണേണ്ടി വരൂല്. കാരണം ആൾ അത്രയും ജെന്യൂനാണ്. ഈ കരയുന്നതിനെ കുറിച്ച് വിമർശിക്കുന്നവര് ഈ ചെയ്യുന്നതിനെ കുറിച്ച് കാണാതെ പോകരുത് കേട്ടോ. അനുമോള് ചെയ്യുന്നത് അതില് മുങ്ങിപ്പോരുത്. അതെ, ഇവർക്കൊക്കെ ഈ കരച്ചിൽ കാണുമ്പോഴുള്ള പ്രശ്നം ഫ്രസ്ട്രേഷൻ മാത്രമുള്ളൂ. അല്ലാതെ ആൾ അവിടെ അത് എന്തിനു വേണ്ടി ചെയ്തു എന്നും കൂടി ചിന്തിക്കുന്ന എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫുള്ള് സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിക്കണം. 2 ദിവസമായിട്ട് തൂക്കിയിട്ടുണ്ട് ആളെന്നെ ഫുള്ള് ലൈവും മറ്റേ എപ്പിസോഡും എല്ലാം. അവിടെ അതിനകത്തുള്ളവർക്ക് അനുമോൾ വില്ലത്തിയും ജിസേൽ നായികയായിരിക്കും. എന്നാൽ പുറത്ത് ജിസേൽ വില്ലത്തിയും അനുമോള് നായികയാണ്. അത് ഇന്ന് ലാലേട്ടൻ വരുമ്പോ കാണാം. ബാക്കി പ്രൊമോക്ക് വെയിറ്റ് ചെയ്യാണ്. പ്രൊമോ വരട്ടെ, അതിന്റെ വീഡിയോ ചെയ്യാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ. മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. നാളെ മുതൽ ഉണ്ടാവും കേട്ടോ. തീർച്ചയായും ഇന്ന് മുതൽ സോറി, ഇന്ന് മുതൽ തന്നെ ഉണ്ട് കേട്ടോ.